ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. അടുത്ത മാർച്ച് 5 മുതൽ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പരീക്ഷ ആരെ പേടിപ്പിക്കണം, നീ അവിടെ എൻജോയ് ചെയ്യടാ. അത് അത്രേ ഉള്ളൂ, നമുക്ക് പൊളിക്കാം. അത്ര ഉള്ളേ. രണ്ടെണ്ണത്തിനോട് ഞാൻ പറയുവാ, ഞാൻ അമ്പലത്തിൽ പോവാ പൂജയ്ക്ക്. അല്ല, അതെന്താ ഇത്ര നേരത്തെ പോന്നെ? പൂജ തുടങ്ങാൻ കുറെ സമയം എടുക്കുന്നതാണല്ലോ. മനുഷ്യ, എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വേണ്ടായോ അമ്പലത്തിൽ പോവാന്? അതെ, ഞാൻ വരുമ്പോഴത്തേന് ആ ചാള കറി വെച്ച് വെക്കണം. കൊടംപുളി എങ്ങാണ് ഇത്തവണ കൂടിയിട്ടുണ്ടെങ്കിലാ ശരിയാക്കും ഞാൻ, കേട്ടല്ലോ. യോ ഇല്ലടി, നീ പോയിട്ട് വാ. ചെറുക്കനെ ശ്രദ്ധിച്ചോണം. പിന്നെ അപ്പുറത്തും ഇപ്പുറത്ത് പെൺപിള്ളേരുണ്ട്, അവരെ ശ്രദ്ധിച്ചോണ്ടിരുന്ന തന്തയുടെ കൂട്ടുതാണ്ട് ഇവിടെ പടവായിട്ടിരിക്കും, കേട്ടല്ലോ. പോയിട്ട് വരാം. ശരി അമ്മ. പിന്നെ നീ എന്നെ അങ്ങ് ഉണ്ടാക്കും. ഹലോ ഹലോ, രാഹുലാർക്കെ വീട്ടിലുണ്ടോടാ? ആ, ഞാൻ വീട്ടിലുണ്ടാ. എടാ ഞാൻ അങ്ങോട്ട് വരട്ടെ. എന്തിനാടാ? ചുമ്മാതാടാ, ഒന്ന് കാണാൻ. ആണോ? എന്നാ വന്നോ. രാഹുലാർക്കെ, ഇവിടുന്ന രാഹുലാർക്കെ ഇവിടെ ഇവിടെ കമ്പേസ്. അതൊക്കെ പോട്ടെ, നിന്റെ കൂട്ടുകാരൻ എന്ത് ഇക്രു? അവന് പഠിക്കണമെന്നൊരു ആഗ്രഹമില്ലടാ, അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നത്. പോരാത്തതിന് നിനക്ക് ഭയങ്കര ജാടയാന്നൊക്കെ അവൻ പറഞ്ഞു. എനിക്ക് ജാടയോ? എന്റെ മുഖത്ത് അങ്ങനെ ഉണ്ടോ? ആ പോയി പോയി അടിയെന്ന് പറഞ്ഞു. ഇതെന്ത് ഇത് അല്ല, ഇത് ഇവിടെ എന്തെങ്കിലും കഴിക്കായിരിക്കും. ഇവിടെ ഒന്നും ഇല്ലടാ കഴിക്കാൻ. മമ്മിയോട് ഞാൻ പറഞ്ഞു കൊടുക്കും. മമ്മിയോട് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി വേറെ തരുവോ? എടാ, എന്റെ ബൂസ്റ്റ് അവിടെ വെക്കടാ നാറി. അയ്യോ, നാറിയല്ല പ്യാരി. അടുക്കളയോടും തപ്പിട്ടോ. ഹലോ. അയ്യോടാ, തെറ്റി വിളിച്ചതാ. അല്ല, നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാനിപ്പോ വീട്ടിൽ ഉണ്ടാ. എടാ, ഞാൻ വഴി തെറ്റി നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ട് ഇപ്പൊ ഉണ്ടാ. ആന്റിയുടെ വീട്ടിൽ വരെ വന്നാ. അപ്പൊ ആന്റി അവിടെ ഇല്ല, വൈകിട്ടേ വരത്തുള്ളൂ. അതുവരെ നിന്റെ വീട്ടിൽ ഇരിക്കാന്ന് വിചാരിച്ചു. എടാ, ആ പ്യാരി ഞാൻ വിളിച്ച, അവന് പഠിക്കണമെന്നൊന്നുമില്ല. നിന്റെ വീട്ടിൽ പഠിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞ് അവന്റെ പട്ടി വരുമെന്ന്. ഇതോ അവന്റെ പട്ടി നിൽക്കുന്നു. അല്ല, നീയല്ലേ പറഞ്ഞ് നീ വീട്ടിലില്ല, ചേട്ടന്റെ കൂടെ ഗാനമേളയ്ക്ക് പോയെന്ന്? അവിടെ ഡാബ്സിയുടെയും വിഷുയുടെയും പരിപാടിയായിരുന്നു. ഒരുത്ത അവിടെ ഇരുന്ന് ചിരിക്കുമ്പം വേറൊരുത്തവണ ഇരുന്ന് പറയും. എന്തിനെ കാണാൻ നിൽക്കുന്നത്? അല്ല, നീ ഏതാണ്ട് അമ്പലത്തിൽ തീർത്ഥാടനത്തിന് പോകാന്ന് പറഞ്ഞിട്ട്. നീ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഞാൻ പോവാനിരുന്ന അമ്പലത്തിലായിരുന്നു. ഇവന്റെ പാട്ട് കേട്ട് ദേവി ഇറങ്ങി ഓടിയെന്നാ പറയുന്നത്. തൊഴാൻ ദേവി ഇല്ലല്ലോ, പിന്നെ ഇങ്ങ് പോന്ന് വാ. രാഹുലാർക്കോ വല്ലതും കഴിക്കാനുണ്ടോ? അടങ്ങൊന്നും ഇല്ല, അതൊരു ബൂസ്റ്റിന്റെ ഒരു പാക്കറ്റ് ഇരിപ്പുണ്ട്, അവിടെ പോയി കഴിഞ്ഞു. സ്റ്റുഡൻസ്, നിങ്ങൾ ഇവിടെ പഠിക്കാനാണോ വന്നത്? പഠിക്കാന് ഈ വൈകിയ വേളയിലുണ്ടല്ലോ, ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് തീർക്കണം. പിന്നെ ഞാൻ പറയുന്നതിന്റെ കൂട്ട് തന്നെ രണ്ടെണ്ണം നിന്നോണം. ഞാൻ കാന്ന് പറയുമ്പോ കൂന്ന് പറയാം. നമ്മള് ക്ലാസ് വെച്ച് കുറെ ദ്രോഹിച്ചിട്ടൊക്കെ ഉള്ളതാ. ഇപ്പൊ അവനാണ് സാറ്. അനുസരിച്ച് ഇവനാ സാറ്. ഗൈസ്, നമ്മുടെ മുന്നിൽ 7 ചാപ്റ്റർ ആണുള്ളത്. അതുകൊണ്ട് 1 വീക്കേ ഉള്ളൂ. ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വെച്ച് പഠിക്കണമെന്നല്ലേ പറയുന്നത്? എടാ മണ്ട, ഇതെല്ലാരും പറയുന്ന. നീ പഠിപ്പിക്കാനുള്ളത് പഠിപ്പിക്കും. അതെ, അപ്പുറത്തെ ചായക്കടയില് നല്ല ബൂസ്റ്റിട്ട ചായ കിട്ടും. മുരിഞ്ഞൊഴുന്നോടെയും കാണും. നമുക്ക് കഴിച്ചിട്ട് തുടങ്ങിയാലോ? ശരിയാ, പടിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഉന്മേഷമൊക്കെ കിട്ടും. വിശപ്പ് മാറാൻ വേണ്ടി അങ്ങോട്ട് പോയത്. ഇപ്പൊ വേണ്ട ഇരട്ടി ക്ഷീണവും വിശപ്പും. എടാ, 10 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പിന്നെ വിഷമിക്കാൻ വരത്തില്ലയോ? ഓ, ഇങ്ങോട്ട് വാ, ഇച്ചിരി നേരം കിടക്കാം. എക്സാം ആയിട്ട് നീ ഒക്കെ പഠിക്കാൻ എവിടെയാ പോയത്? അല്ല അച്ഛ, പഠിച്ച് ദാഹിച്ചപ്പം കവല വരെ പോയി. എടാ ദ്രോഹികളെ, കവല വരെ പോവാ പറഞ്ഞിട്ട് പോകണ്ടേ? എനിക്കൊരു കുപ്പി വേണമായിരുന്നു. എന്നോട് ഞാൻ മിണ്ടത്തില്ല, ഞാൻ പോകും. ആദ്യത്തെ ചാപ്റ്റർ ഷെല്ല്. അച്ഛൻ അടുക്കളയിൽ എന്തോ മീൻകറി വെക്കുന്നുണ്ടോ? പോരാ, ആ ചാളക്കറി കരിയുന്നുണ്ടോന്ന് ഞാനൊന്ന് റെഡിയാക്കിയിട്ട് കേട്ടോ. രാവിലെ മീൻകറി കരിഞ്ഞു പോയി. നീ ആ ഹോട്ടലിൽ പോയിട്ട് ഒരു കറി പാഴ്സൽ മേടിച്ചു. പോയിട്ട് വരണേ, പെട്ടെന്ന് വരണേ. എടാ, കഴിച്ചിട്ട് നമുക്ക് പഠിക്കണം കേട്ടോ. ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ട് പോലുമില്ല. ഞാൻ ആരാന്നറിയും? പ്രഭാരം പിള്ള. അറിയാമോ നിനക്ക് ആരാന്ന്? അറിയണ്ട. അച്ഛന് അമ്മ ഭയങ്കര പേടിയല്ലയോ? ആർക്കാണ് പേടി? വാപ്പാണ് പേടി.
ഞാനൊരു വട്ടം വന്നപ്പോഴേ മുട്ട് പറിച്ചിരിക്കുന്ന ഞാൻ കണ്ടതാ. ഇതൊക്കെ പ്രഭാരം പിള്ളേരുടെ ഒരു നമ്പരല്ലേ, വാപ്പാണ് എനിക്ക് പേടിയുള്ളത്. അല്ല ഈ രാവിലെ സാധനമൊക്കെ എവിടെ പിടിച്ചു? എന്റെ പെണ്ണുപിള്ളക്ക് പട്ടാളത്തിലായി ജോലി, മാസം കോട്ട കിട്ടൂടാ, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ആ പുല്ല് ഞാൻ എന്ത് ഡിവോഴ്സ് കളഞ്ഞു. കോട്ട കിട്ടുന്നൊരു മാത്രമാണ്. പക്ഷേ അച്ഛന്റെ കഴിവൊന്നും രാഹുൽ മണ്ടയ്ക്ക്. ശരിയാ ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. ആ കൊച്ചു കഴിവേറി മൊണ്ണ വാ പറയണ അവനോട്. നീയൊക്കെ എന്റെ പിറക്കാൻ പോയ മക്കളല്ലേ നീയൊക്കെ. മീൻകറി മേടിച്ച് നമുക്ക് ചോറുണ്ണാം. വീട്ടുകാരൻ രാഹുല് ഒരു പെങ്കുകാരൻ എന്തു വച്ചാ ഈ കാണിക്കുന്നത്? പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് കള്ള് മേടിച്ചു കൊടുക്കുന്നോ? അവളല്ലാണ് കൊടുക്കുന്നത്, അല്ലാതെ ഡിഗ്രി നിനക്കെന്തിനാ 10ന്റെ തെറ്റിക്ക്? ഞാൻ എന്റെ തരും, അതുകൊണ്ട് നീ ജോലി വാങ്ങിച്ചോളാം. അച്ഛന്റെ മുട്ടാടാ വെള്ളം അടിക്കാൻ വന്നേക്കുന്നു വീട്ടിൽ. നീ അറിയപ്പെടാ, ഞാൻ അച്ഛന്റെ വീടാ. നിങ്ങള് പഠിക്കാൻ വന്നില്ലേ, നിങ്ങള് പഠിക്കും, ഞാൻ ശല്യം നന്നർത്ഥം. അപ്പൊ ഹാപ്പി എക്സാം. ഞാൻ പോയിരുന്നു ഇതൊക്കെ എന്റെ മോനാണോ? അടുത്ത പെങ്കടിക്കുന്നുണ്ട്. എടാ നീയൊക്കെ എന്താ പന്ന പരിപാടിയാണ് കാണിച്ചത്? ഞാൻ ഇനി എങ്ങനെ പഠിക്കും? ഇനി കൂട്ടില്ലല്ലോ എനിക്ക് പഠിക്കാൻ. നിനക്കൊരു കൂട്ട് കിട്ടിയാൽ മതിയല്ലോ, അതിനുള്ള വഴിയുണ്ട്. എടാ ആ ഫോൺ എടുത്ത് കറക്കി വിളിയടാ. നിങ്ങൾ മുത്താടാ മുത്ത്. കമ്പനി സ്റ്റഡിക്ക് ആളായില്ല പിന്നെ കണ്ടേ. ഞാൻ ഒന്ന് മുള്ളിട്ട് വരാവേ. അവന്റെ അമ്മയല്ലേ വരുന്നേ? ഈശ്വരാ, അവന്റെ അമ്മ വരുന്ന. എഴുന്നേക്ക്, ഇങ്ങോട്ട് എഴുന്നേക്ക്. താണ്ട് എത്തിയെന്നാ തള്ള. ഇങ്ങോട്ട് എഴുന്നേക്ക്. നിന്റെ അമ്മ വരുന്നു. ഇങ്ങോട്ട് വാ. എടാ നിന്റെ അമ്മ വരുന്നടാ. കേറ്, ഇതിനകത്ത് കേറ്. നീ കുറച്ചേരം പോയോ? ഈ എക്വേഷൻ രാവിലെ തൊട്ട് പഠിക്കൂലൂടാ, തലവേനയുണ്ട്. നിന്ന് പറഞ്ഞതൊന്ന്. അയ്യോ മക്കളുമാരിരുന്ന് പഠിക്കുമായിരുന്നോ? ഓ ക്ഷീണിച്ച് കാണുമായിരിക്കും. എന്തിയാ കള്ളത്തന്താ? അയ്യോ ഞങ്ങൾ അപ്പുറത്തിരുന്ന് പഠിക്കുമായിരുന്നു അമ്മേ. ഇപ്പഴേ ഇങ്ങോട്ട് വന്ന്. അച്ഛൻ ആ റൂമിലുണ്ടോന്ന് തോന്നുന്നു. ആ റൂമിലില്ല, അച്ഛൻ വെളിയിൽ പോയി. ഫാനിന്റെ സൗണ്ട് ഉണ്ടല്ലോ, ഞാൻ കയറി ഒന്ന് നോക്കട്ടെ. ആ പൊളിഞ്ഞ് ആ പെണ്ണിനെ ഇപ്പൊ പോകും. ഇത്രയും നാള് ഞാൻ നിന്നെ പറ്റിക്കുമായിരുന്നേ. നീ ഇല്ലാത്തപ്പോഴൊക്കെ ഇത് സ്ഥിരമായിരുന്നേ. ഇന്ന് 2 റൗണ്ട് അടിക്കുന്ന അടി ഞാൻ ഇന്നൊരു 4 അടിച്ച് ക്ഷീണമായോണ്ട് കിടന്നതാ. എന്റെ കൂടെ 1 റൗണ്ട് പോലും അടിക്കാത്ത നിങ്ങള് 4 റൗണ്ട് അടിച്ചെന്നോ? നിനക്ക് അതിന് താല്പര്യമില്ല, നിനക്ക് കപ്പാസിറ്റി ഇല്ല. കൊച്ചു പിള്ളേരാകുമ്പോ അതിന്റെ വഴിക്കൊക്കെ പോകുന്നത്. കള്ളക്കളവാ, കള്ളക്കളവാ. അവളെ അറിയത്തില്ല. മൊത്തത്തിൽ പരിപാടിയെന്നാ തോന്നുന്നത്. ഇതിപ്പോ 6 തലക്കിടും. ആരെങ്കിലും തലക്ക് പിടിക്കുന്ന പോടാ.